രാഹുൽ ഗാന്ധിക്ക് വിലക്ക്. അനീതികൾ തുറന്നു കാട്ടുമ്പോൾ രാഹുലിന് വിലക്കേർപ്പെടുത്താതെ രക്ഷയില്ല എന്ന് 10 വർഷങ്ങൾക്കിപ്പുറത്ത് മോദി തിരിച്ചറിയുമ്പോൾ അതേ 10 വർഷം കൊണ്ട് പപ്പുവിൽ നിന്ന് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായി രാഹുൽ മാറിയിരിക്കുന്നു. ഇവിടെ രാഹുലിന് വിലക്കേർപ്പെടുത്തുകയല്ലാതെ മറ്റു പോംവഴികൾ ഒന്നും തന്നെയില്ല എന്ന BJPയുടെ അജണ്ടയാണിപ്പോൾ അപ്രഖ്യാപിതമായി നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. മോദിക്കെതിരെ ശക്തമായി രാഹുൽ ആഞ്ഞടിക്കുന്നതോടൊപ്പം ജനങ്ങൾക്കിടയിൽ മോദിയേക്കാൾ സ്വീകാര്യരായും രാഹുൽ കഴിഞ്ഞ ജോഡോ യാത്രയിലൂടെ മാറിയിട്ടുണ്ട്. വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറന്നിട്ട് വലുപ്പച്ചെറുപ്പമില്ലാതെ മുഴുവൻ ജനതയോടും രാഹുൽ സംസാരിക്കുകയും അവരെ കേൾക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ നടന്ന വമ്പൻ അട്ടിമറി കൂടി പുറത്തു കൊണ്ടുവരിക കൂടി ചെയ്തപ്പോൾ രാഹുലിനെ പൂട്ടണമെന്ന് BJP ഉറപ്പിച്ചു. അതിന് ആദ്യം വേണ്ടത് രാഹുൽ സംസാരിക്കാതിരിക്കണം, പ്രത്യേകിച്ച് പാർലമെന്റിനകത്ത്. അതുകൊണ്ട് പാർലമെന്റിൽ രാഹുൽ സംസാരിക്കാനുള്ള അപ്രഖ്യാപിത വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർല. എന്തായാലും ഇപ്പോൾ ഈ കാര്യം രാഹുൽ ഗാന്ധി രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നെനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അതായത്, ഞാൻ എഴുന്നേൽക്കുമ്പോഴൊന്നും എനിക്ക് സംസാരിക്കാൻ അനുവാദമില്ല, ഞാൻ ഒരു വാക്കുപോലും പറഞ്ഞില്ല, 7-8 ദിവസമായി എന്നെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. ഇതൊരു പുതിയ തന്ത്രമാണ്, പ്രതിപക്ഷത്തിന് സ്ഥാനമില്ല എന്നാണിപ്പോൾ രാഹുൽ ഗാന്ധി അടിവരയിട്ട് പറയുന്നത്. അതായത്, താൻ സ്പീക്കർ ഓം ബിർളയോട് സംസാരിക്കാൻ അനുവാദം ചോദിച്ചു, പക്ഷേ നൽകിയില്ല. പകരം സ്പീക്കർ ഓടിപ്പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം രാഹുലിനെ ഒട്ടും സംസാരിക്കാൻ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുകയും ചെയ്തു എന്നുകൂടി രാഹുൽ ഇവിടെ കൂട്ടിച്ചേർത്ത് പറയുമ്പോഴാണ് ഈ സത്യം ഇപ്പോൾ രാജ്യം അറിയുന്നത്. എന്നാൽ അതേസമയം മോദി കുംഭമേളയെക്കുറിച്ച് വാചാലനായിരുന്നു. 100 കണക്കിന് ആളുകൾ ഈ കുംഭമേളയുടെ ഭാഗമായി ചവിട്ടി അരയ്ക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടതിനെ കുറിച്ചൊന്നും മോദി ഒരക്ഷരം മിണ്ടിയില്ല. മോദിയോടൊപ്പം തോളോട് തോൾ ചേർന്നിരിക്കുന്ന പദവി പ്രതിപക്ഷ നേതാവിന് ഈ ജനാധിപത്യ രാജ്യത്തുണ്ട്. പക്ഷേ ഏകാധിപത്യത്തിന് തുല്യമായ മോദി ഭരണത്തിന് കീഴിൽ അതുപോലുമില്ല എന്നാണ് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവാദം നൽകാതിരിക്കുന്നതിലൂടെ ബോധ്യമാകുന്നത്.